ഫ്രണ്ട്സ് കേക്ക് ആൻഡ് കേക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നും വളരെ യൂസ്ഫുൾ ആയിട്ട് ടിപ്പുകൾ കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ ഇപ്പം മഴക്കാലത്ത് വീട്ടിലേക്ക് കയറി വരുന്ന എലികളെ, പല്ലികളെ, പാറ്റകളെ എല്ലാം ഒറ്റ നിമിഷം കൊണ്ട് നമുക്ക് തുരത്തി ഓടിക്കാൻ പറ്റുന്ന കിടക്കാച്ചൊരു സൂത്രമാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ കുറച്ച് കിച്ചൺ ടിപ്സുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണെന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇപ്പം മഴക്കാലമൊക്കെ അല്ലേ, ഈ മഴക്കാലത്ത് നമ്മുടെ വീട്ടിലേക്ക് കയറി വരുന്ന എലികളെ, പല്ലികൾ, അതുപോലെ അട്ട, ഭയങ്കര ശല്യമാണ് അട്ട, പുഴു, ഇതിൻ്റെ എല്ലാം അല്ലേ. അപ്പോൾ നമ്മുടെ ആറിൻ്റെ തീരത്താണ് ഇത്, കണ്ടില്ലേ, നമ്മുടെ വീടിന് പുറകിലായിട്ട് ആറാണ് കേട്ടോ. അപ്പോൾ അന്നും വെള്ളം എല്ലാം കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ കിടന്ന വേസ്റ്റ് കാര്യങ്ങളെല്ലാം നമ്മുടെ വീടിന് അങ്ങോട്ട് അടിഞ്ഞിട്ട് ഇതിനകത്ത് എലികളും അതുപോലെ പഴുതാര അങ്ങനെയുള്ള അട്ടകൾ, കറുത്തട്ട, ഇതെല്ലാം വീട്ടിലേക്ക് കയറി വരും കേട്ടോ. വർക്ക് ഏരിയ ഭാഗങ്ങളിലെല്ലാം കയറി വരും. അപ്പോൾ അതുങ്ങളെല്ലാം എങ്ങനെയാണ് തുരത്തുമെന്ന് കണ്ടു നോക്കാം. എലികളെ, അതുപോലെ തന്നെ ഈ അട്ട, അങ്ങനെ പുഴു, ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നമ്മുടെ വീട്ടിൽ നിന്ന് വീടിൻ്റെ പരിസരങ്ങളിൽ നിന്ന് തുരത്താൻ വേണ്ടിയിട്ടുള്ള കിടക്കാച്ച സൂത്രം കൂടി ഇന്ന് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ടിപ്പിലേക്ക് പോകാം. ഫസ്റ്റ് ടിപ്പ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇഡ്ഡലി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും പറയും ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്കും ആ ഇഡ്ഡലി പാത്രത്തിൽ ഒട്ടിപ്പിടിക്കുന്നു, അതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടൊന്നും ഇഡ്ഡലി കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്നവർക്ക് വേണ്ടിയിട്ടുള്ളൊരു ടിപ്പാണ്. ഞാനിപ്പോൾ ഈ ഇഡ്ഡലി മാവിലേക്ക് ഞാൻ അരച്ച് ചേർത്ത് ചോറല്ല, വെള്ള അവൽ കുതിർത്തിട്ടാണ്, അരി ഉഴുന്നും വെള്ളത്തിയിട്ട് കുതിർത്തതിന് ശേഷം അത് അരച്ചിട്ട് അതിലേക്ക് ഒരു പിടി അതിനനുസരിച്ച് ഒരു കപ്പ് വെള്ള അവൽ കുതിർത്ത് അരച്ച് ചേർത്തതാണ് കേട്ടോ. അതിൻ്റെ ഈസ്റ്റോ സോഡാപ്പൊടി ഒന്നും ഇടണ്ട, അല്ലാതെ തന്നെ നല്ലപോലെ പുളിച്ച് പൊങ്ങി താഴെ പോയിരുന്നു കേട്ടോ. അത്രയ്ക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇഡ്ഡലി നമുക്കിവിടെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ആദ്യമേ നമ്മൾ ചെയ്യേണ്ടത് ഇഡ്ഡലി തട്ടിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് തൂത്തതിന് ശേഷം ചെറിയ ചൂടായ ഇഡ്ഡലിത്തട്ടിലേക്ക് വേണം നമ്മൾ ഇഡ്ഡലിക്കുള്ള മാവ് ഒഴിച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ഒരു തുള്ളി പോലെ അത് ഒട്ടിപ്പിടിക്കാതെ ഇതുപോലെ ഗുണ്ടുമണി പോലത്തെ ഇഡ്ഡലി നമുക്ക് ഇവിടെ റെഡിയാക്കി എടുക്കാൻ പറ്റും. അടിപൊളി ടേസ്റ്റാണ് അവർ വെച്ച് അരയ്ക്കുമ്പോൾ. അവിടെ ഇല്ലെങ്കിൽ നിങ്ങൾ ആ കണക്കിന് ചോറാണെങ്കിൽ എടുത്താൽ മതി. അപ്പോൾ എല്ലാവരും ചെയ്തോ. ഈസ്റ്റർ സോഡാപ്പൊടി ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് പെട്ടെന്ന് പുളിപ്പിച്ചെടുക്കാം. പുളിച്ച മാവ് പോലും നമുക്ക് ഇതിലേക്ക് ഒഴിക്കേണ്ട കാര്യമില്ല, അല്ലാതെ തന്നെ നമുക്ക് സിമ്പിളായിട്ട് ഇഡ്ഡലി ഇവിടെ റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ആരെങ്കിലും ചെയ്ത് നോക്കിയിട്ട് എടുക്കാൻ വേണ്ടി ചെയ്യാൻ അറിയാത്തവരാണെങ്കിൽ ഒന്ന് ചെയ്തും കൂടെ നോക്കുക. എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും, എന്നാലും അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യട്ടോ. ഇനി അടുത്ത ടിപ്പ്, നമ്മുടെ ഇതുപോലെ ബാത്റൂമിലൊക്കെ ഇങ്ങനെ കഥ കാണുമല്ലോ, ഇത് ഫ്ലൈവുഡിൻ്റെ പോലത്തെയാണ് ഇതായത് കാരണം പെട്ടെന്ന് തന്നെ വെള്ളം പിടിക്കുകയാണ്, ഇതിന് കുതിർന്ന് അത് പോകുന്നതാണ് കേട്ടോ. അത് മാത്രമല്ല, വെള്ളം പിടിക്കുമ്പോൾ തന്നെ ഇതിലേക്ക് ഒരു വെള്ളപ്പാട് പോലെ, സോപ്പിൻ്റെ ഇതൊക്കെ തെറിച്ചിട്ടാണ് വെള്ളപ്പാട് പോലെ വന്ന് കിടക്കും. അപ്പോൾ വൃത്തികേടായിരിക്കും അത് കാണാനായിട്ട്. അപ്പോൾ ഇതിൽ വെള്ളം തെറിച്ചാലും അതിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി, ഇതുപോലെ തന്നെ ഈ വെള്ളപ്പാട് പോകാൻ വേണ്ടിയിട്ടുള്ളൊരു അസൽ ടിപ്പാണ് ഈ ഒരു ടിപ്പ് കേട്ടോ. എല്ലാവരുടെയും വീടുകളിൽ കാണും എണ്ണ കവർ. ആ എണ്ണക്കവർ ആരും കളയരുത്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ എണ്ണക്കവറും കൂടി ചെയ്യാൻ പറ്റും കേട്ടോ. എലികളെയൊക്കെ തുരത്താൻ പറ്റുന്നതാണ് എണ്ണക്കവർ. കാര്യം ഈ എണ്ണ നമ്മൾ എന്തോരം ഊറ്റിയെടുത്താൽ ഇത് കുറച്ച് എണ്ണ കാണും. ആ എണ്ണ കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്, ഈ കവർ സഹിതം നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ 4 വശവും, ഈ കവറിൻ്റെ 4 വശവും ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഈ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ കതകിലേക്ക് കൊണ്ട് എല്ലാ കതകിലും ഒന്ന് തൂത്ത് കൊടുക്കുക. കുളിമുറിയിലെയാണ് പ്രത്യേകിച്ച് നമ്മൾ ചെയ്യേണ്ട. ബാത്റൂമിൻ്റെ കതകിനൊക്കെയാണ് ഇങ്ങനെ ചെയ്യേണ്ട കാര്യം, അവിടെയാണ് എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു പാടും കാര്യങ്ങളെല്ലാം പോകാൻ വേണ്ടിയിട്ട് ഈ എണ്ണക്കവർ മാത്രം മതി. ഈ എണ്ണക്കവറും കൊണ്ട് അതിലെ എണ്ണ കൊണ്ടൊന്ന് തുടച്ചിട്ട് നിങ്ങളൊന്ന് വെള്ളം ഒഴിച്ചാൽ പോലും വെള്ളം അത് ഒട്ടിപ്പിടിക്കുന്നത് തെന്നിപ്പോവും. അതുകൊണ്ട് നല്ല ക്ലീനായിട്ട് നല്ല വൃത്തിയായിട്ടും ബാത്റൂമിലെ കഥ കിടക്കും. ചില ബാത്റൂമിൻ്റെ കഥയൊക്കെ കണ്ടാൽ തന്നെ നമുക്ക് എന്തോ പോലെ തോന്നും അല്ലേ, ഒരു വെള്ളപ്പാട് പോലെ കുത്തുമായിട്ട് കിടക്കും. പക്ഷേ നിങ്ങൾ വെള്ളം തൊട്ടൊന്നും തുടയ്ക്കാതെ ഈ എണ്ണക്കവറും കൊണ്ട്, അല്ലെങ്കിൽ ഒരു തുള്ളി എണ്ണ എടുത്തിട്ട് തുണി തേച്ചിട്ട് ശേഷം തുടച്ച് വിട്ടാലും മതി കേട്ടോ. എണ്ണക്കവർ ഇല്ലാത്തവരെ, എണ്ണക്കവറാണ് വെറുതെ വെളിച്ച എണ്ണയൊന്നും എടുക്കേണ്ട കാര്യമില്ലല്ലോ, ഈ കവർ കൊണ്ട് തൂത്ത് വിട്ടാൽ മാത്രം മതി. അതുകൊണ്ടാണ് എണ്ണ കവർ എടുക്കാൻ പറഞ്ഞത്. അപ്പോൾ ഇത് കണ്ടിട്ട് ജസ്റ്റ് ഒന്ന് തൂത്ത് കൊടുക്കുമ്പോൾ തന്നെ ആ വെള്ളപ്പാടെല്ലാം പോയി നല്ല അടിപൊളിയായിട്ട് ഇവിടെ നല്ല ക്ലീൻ ആയിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുമല്ലോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടും നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പിന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെക്കണേ, എന്നാലും ഞാൻ ഇടുന്ന വീഡിയോസിനെല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ ഒരുപാട് വീഡിയോസുകൾ എൻ്റെ ചാനലിൽ ഇട്ടിട്ട് ഡൈ ചെയ്യുന്ന വീഡിയോ, കെമിക്കലൊന്നുമില്ലാതെ നമുക്ക് സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിൽ നമ്മുടെ നരച്ചമുടിയെ കറുപ്പിക്കുന്ന ഒക്കെ വീഡിയോസ് എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കാണാത്തവരൊക്കെ ഒന്ന് പോയി കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ഫാമിലി ഗ്രൂപ്പിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ടും കൂടെ ചെയ്യാൻ പറയണേ. അതുപോലെ എൻ്റെ ഹെൽപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്, അതോടെ ഒന്ന് പ്രസ് ചെയ്യണേ. അപ്പോൾ എല്ലാവരും ഇത് കണ്ട് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുമ്പോൾ തന്നെ അടിപൊളി റിസൾട്ടാണ്. അപ്പോൾ ആ ഒരു കഥ ഫുള്ളും എനിക്ക് അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ കുട്ടികളൊക്കെ ഉള്ളപ്പോഴാണ് ഇങ്ങനെ ഒരു പ്രശ്നങ്ങൾ വരുന്നത്. കുട്ടികളൊക്കെ വെള്ളം കോരിയിരിക്കുന്ന ഫുള്ള് നമ്മുടെ കഥയിലേക്കായിരിക്കും. അപ്പോൾ ഇങ്ങനെ എല്ലാ പാടുകളൊക്കെ അത് വരും. അപ്പോൾ ഇത് കണ്ടില്ല, നല്ല ക്ലീൻ ആയിട്ട് തിളങ്ങി ഇവിടെ കിട്ടിയിട്ടുണ്ട് കണ്ടോ. ഈ കഥയിൻ്റെ അകവും പുറമെല്ലാം അടിപൊളിയായിട്ട് നല്ല തിളങ്ങി തന്നെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ പോളിഷ് ചെയ്യുന്ന പോലെ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുമല്ലോ, ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യുക. ഇനി അടുത്ത ടിപ്പിലേക്ക് പോകാം. ഇപ്പം ഈ മഴക്കാലത്ത് വീട്ടിലേക്ക് കയറി വരുന്ന എലി, പല്ലി, പാറ്റ, അതുപോലെ അട്ട, പുഴു, അങ്ങനത്തെ ഈ വണ്ട്, അങ്ങനെയുള്ള പ്രാണികൾ, പിന്നെ ഈച്ചകൾ, അതുപോലെ പൊടിയീച്ച, കണ്ണീച്ച, ഒരുപാട് കൊതുക്, ഇതിനെല്ലാം തൊട്ടാൻ പറ്റിയ അടിപൊളി ഒരു ലിക്വിഡാണ് ഇത് കേട്ടോ. ഇത് നമ്മുടെ സോപ്പ് കടയിൽ നിന്ന് മേടിച്ചതാണ്.
ആ ഒരു തുള്ളി അതൊരു സ്പൂൺ മാത്രം അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഭയങ്കര ഒരു മണമുണ്ട്, നല്ലൊരു മണമായിട്ട് നമുക്ക് ഇഷ്ടപ്പെടുന്ന മണം തന്നെയാണ്, പക്ഷെ നല്ല എഫക്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് വെള്ളത്തിൽ ഒന്ന് കലക്കുക. സ്പ്രേ ബോട്ടിലുണ്ടെങ്കിൽ നിങ്ങൾ സ്പ്രേ ബോട്ടിൽ എടുത്ത് വീടിനുള്ളിലെല്ലാം ഒന്ന് സ്പ്രേ ചെയ്തുകൊണ്ട് ജനലിൻ്റെ അവിടെയും കർട്ടൻ്റെ ഒക്കെ സൈഡിലെല്ലാം സ്പ്രേ ചെയ്ത് കൊടുക്കും. നല്ലൊരു സുഗന്ധവുമാണ്, കൊതുകൊന്നും ആ വശത്തോട്ട് വരുത്തുമില്ല. അത് മാത്രമല്ല ഇത് ഞാൻ എടുക്കുന്നത് ഇപ്പോൾ അട്ടയെ തുരത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നും രാവിലെ അടുക്കളയിട്ട് ഇറങ്ങുമ്പോഴത്തേക്കും വെളിയിൽ നിന്ന് ആറ്റിൻ്റെ അവിടെ നിന്ന് കറുത്ത അട്ട വീട്ടിൻ്റെ ഉള്ളിലേക്ക് കയറി വരും കേട്ടോ. അപ്പം എന്നും എനിക്ക് തൂത്ത് കളയാനേ നേരമുള്ളൂ, പക്ഷെ ഞാനിത് ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അതുകൊണ്ട് ഇപ്പം എങ്ങനെ എത്തിയല്ല ഒരു സൈസ് കറുത്ത അട്ടകൾ, ഈ പൂച്ചി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മുടെ കിച്ചണിലോട്ടൊന്നും കയറി വരുന്നില്ല. ഞാൻ എന്നും രാത്രിയിൽ തൂത്ത് തുടച്ച ശേഷം ഇങ്ങനെ ചെയ്തിടാറുണ്ട്. ഇപ്പം ഞാൻ ഇവിടെ ചെയ്യുന്നത് നമ്മുടെ അലക്കലിന് മുകളിൽ ഒരു സൈസ് കറുത്ത അട്ട ഇരിക്കുമല്ലോ, ആ ഒരു സാധനം ഫുള്ളി നമുക്ക് അലക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്കൊരു ഇഷ്ടക്കേട് തോന്നും. അപ്പോൾ അത് അവിടെ എല്ലാം ഒഴിച്ചിടുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വീടിൻ്റെ പരിസരത്തും ഭിത്തിയിലും എല്ലാം ഇങ്ങനെ കയറി അടുക്കി ഇതുപോലെ ഇരിക്കും, അവിടെ എല്ലാം ഒന്ന് ഒഴിച്ചിടുന്നു. അപ്പോൾ ഈ ഒരു സ്മെല്ലടിച്ചിട്ട് അങ്ങനെ ഒന്നും ഇരിക്കത്തില്ല. അപ്പോൾ വീട് 4 വർഷത്തും നിങ്ങളിങ്ങനെ ഒന്ന് ഒഴിച്ച് ഇടുവാണെങ്കിൽ ആ ഒരു സ്മെല്ലടിച്ചിട്ട് ആ വർഷത്തോട്ട് പോലും നിങ്ങളൊന്നും വരത്തില്ല കേട്ടോ. അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കണേ. ഇനി അടുത്ത ടിപ്പിലേക്ക് ഇപ്പം ഭയങ്കര എലിശല്യമുണ്ട്. എലിയില്ലാത്ത ഇതില്ല അല്ലേ, ഭയങ്കര എലിശല്യമാണ്. ഇക്കാലത്ത് എലിശല്യം കൂടുതലാണ്, പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. ഇപ്പം വീടിനുള്ളിലോട്ട് എലി കയറിയില്ലെങ്കിലും വർക്ക് ഏരിയയിലെല്ലാം എലികളുടെ ശല്യം ഭയങ്കര കൂടുതലാണ്. എന്ത് സാധനം വെച്ചാലും എലികളെല്ലാം നശിപ്പിച്ച് വെച്ചിട്ട് പോകും. അതുപോലെ ബക്കറ്റുകൾ, നമ്മുടെ കവറുകൾ, നമ്മളെന്ത് സാധനം വെച്ചാൽ, അതുപോലെ മാവ് ഐറ്റംസ് എന്തിരുന്നാലും അത് ഫുള്ള് തുറന്നെടുത്ത് നശിപ്പിച്ച് വെച്ചിട്ട് പോകും അല്ലേ. അപ്പോൾ അങ്ങനെയുള്ളതിനെ നമുക്ക് വിഷാംശങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് സിമ്പിളായിട്ട് വീട്ടിൽ നിന്ന് തുരത്താം. ഇതുങ്ങളെ കൊല്ലാനോ ഒന്നുമല്ല, പക്ഷെ നമ്മുടെ വീടിനുള്ളിൽ കയറാത്ത രീതിയിൽ നമുക്ക് ആക്കിയെടുക്കാം. അതിനായിട്ട് ഞാൻ ഇപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് തേനാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഏറ്റവും നല്ലത് ഇപ്പം ശർക്കരയാണ്. ഇപ്പം എൻ്റെ ഇല്ലാത്ത കൊണ്ട് ഞാൻ തേനാണ്. കാരണം ഈ തേനുക്കും ശർക്കരയുടെ ഒരു സ്മെല്ലുണ്ടല്ലോ, അതുപോലെ ഈ ശർക്കരയാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത്. ശർക്കര നല്ലപോലെ ലായനിയാക്കി എടുക്കുക. എന്നിട്ട് ഇതുപോലെ നമ്മൾ അധികം ഉപയോഗിക്കാത്ത പാത്രം വേണം എടുക്കാൻ. ഇങ്ങനെ ചെയ്യുമ്പോൾ അതിലേക്ക് ഞാൻ ഇപ്പോൾ ഒരു പൊട്ടിയ പാത്രം എടുത്തിരിക്കുന്നത്, അതിലേക്ക് പിന്നെ ഈ ശർക്കര ലായനി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് പഞ്ഞികൾ എടുക്കുക. ഈ പഞ്ഞികൾ ഉരുട്ടി വെക്കുക. കാര്യം ഇതിൻ്റെ ഒരു സ്മെല്ലടിച്ചിട്ട് എലി എവിടെ ഉണ്ടെങ്കിലും അതിൻ്റെ അകത്ത് കയറി വന്ന് അത് എടുത്തുകൊണ്ട് പോകും. അങ്ങനെ എലി നമ്മുടെ വീടിനുള്ളിൽ നിന്ന് വീടിൻ്റെ പരിസരങ്ങളിൽ നിന്ന് പെഴുചാടി വരെ പോകും കേട്ടോ. അപ്പോൾ നിങ്ങൾ കൃഷിയിടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് കൊണ്ടുവെക്കുകയാണെങ്കിൽ ആ കൃഷിയിടം നശിപ്പിക്കത്തില്ല. കപ്പ, അതുപോലെ വഴുതന, കാച്ചിൽ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോകത്തുമില്ല. എലികൾ മാന്തി മറിച്ച് കളയുന്ന സൈഡുകളിലെല്ലാം നിങ്ങളിങ്ങനെ ഒന്ന് ചെയ്തു വെക്കുകയാണെങ്കിൽ കൃഷികളോ അതുപോലെ നമ്മുടെ വീടിനുള്ളിലെ സാധനങ്ങളൊന്നും എലികൾ നശിപ്പിക്കത്തില്ല കേട്ടോ. ഒറ്റ യൂസിൽ തന്നെ നല്ലൊരു റിസൾട്ട് നമുക്ക് കിട്ടുന്നതാണ്. എടുത്തുകൊണ്ട് അങ്ങ് പൊക്കോളും. നമ്മുടെ വീടിനുള്ളിലൊന്നും അത് കിടക്കത്തുമില്ല, പുറത്ത് ചാടി പോക്കോളും കേട്ടോ. അത്രയും നല്ല റിസൾട്ടാണ്. അതുപോലെ കുറച്ച് പഞ്ഞിയും ഈ ഒരു ശർക്കരയുടെ ഇത് മാത്രം മതി. ശർക്കരയുടെ മണം ഇഷ്ടമുള്ളത് കൊണ്ട് എലികൾ വന്ന് ആ പഞ്ഞി കഷ്ണം എടുക്കുമെന്ന് ഉറപ്പാണ്. അപ്പോൾ നിങ്ങളൊരു പ്രാവശ്യം ഒന്ന് ചെയ്ത് നോക്കാം. ഇങ്ങനെ ആരെങ്കിലും ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇതിൻ്റെയൊക്കെ ഒരുപാട് വീഡിയോസ് എൻ്റെ ചാനലിൽ കിടപ്പുണ്ട്, ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യുക. എല്ലാ വീഡിയോകളും കണ്ടിട്ട് അതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. നല്ല റിസൾട്ട് കിട്ടും കേട്ടോ. എനിക്ക് റിസൾട്ട് കിട്ടുന്ന വീഡിയോസുകളാണ് എൻ്റെ ചാനലിൽ ഞാൻ ഇടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ അങ്ങനെ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത് കണ്ടില്ലേ, ഞാൻ വെച്ച് കൊടുക്കുന്നത് നമ്മുടെ ആ പാത്രങ്ങളൊക്കെ അടുക്കി വെക്കുന്നിടത്ത് കിച്ചണിൽ ഗ്യാസ് അടുപ്പിൻ്റെ ഇടയിൽ ഗ്യാസ് കുറ്റി വെക്കുന്ന ഭാഗങ്ങളിൽ അധികം നമ്മൾ കിച്ചണിൽ അനക്കമില്ലാണ്ട് വരുമ്പോഴാണ് കൂടുതൽ എലികൾ ഇറങ്ങുന്നത്. അതായത് രാത്രിയിലാണ്. അപ്പോൾ ഞാൻ രാത്രിയിലാണ് ഇത് ചെയ്ത് വെക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഇതുപോലെ കവറിലേക്കൊക്കെ, പക്ഷേ ഉറുമ്പൊന്നും വരത്തൊന്നുമില്ല. എന്നെ നോക്കിയിട്ട് എനിക്ക് അങ്ങനെ ഉറുമ്പൊന്നും വന്നിട്ടില്ലായിരുന്നു, കാര്യം മധുരമായത് കാരണം. പിന്നെ ഇതിൻ്റെ സൈഡിൽ ഇത് കണ്ട ഈ സ്റ്റാൻഡിൻ്റെ അടിയിൽ ഭയങ്കര ശല്യമാണ് കേട്ടോ. എവിടെയെങ്കിലും ഒരു കപ്പ കഷ്ണം ഉണ്ടെങ്കിൽ അത് എടുത്തിട്ട് ഒന്ന് ഉറുക്കി മാറിയിടും. അങ്ങനെയാണ്. നമുക്ക് കപ്പക്കടയൊക്കെ ഉള്ളപ്പോഴത്തേക്ക് അവിടെ നിന്നൊക്കെ എടുത്തിട്ട് വന്ന് എലികളെല്ലാം നശിപ്പിച്ച് വെക്കാറുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ ഇപ്പം ഞാൻ ഗ്യാസ് കുറ്റി, ഇതുപോലെ ഗ്യാസ് കുറ്റിയൊക്കെ ഉണ്ടെങ്കിൽ സൈഡിൽ അധികം ആളനൊക്കെ ഒന്നുമില്ല, ലൈറ്റൊക്കെ ഓഫായി കഴിയുമ്പോഴാണ് കൂടുതൽ എലിയുടെ ശല്യം കൂടുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. പിന്നെ പല്ലി പാറ്റ ശല്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ കൂടെ കുറച്ച് സോപ്പ് പൊടിയും ഒക്കെ ഇട്ടൊന്ന് മിക്സ് ചെയ്തിന് വെക്കുവാണെങ്കിൽ പല്ലി, എലികളൊക്കെ അതുപോലെ പാറ്റകളൊക്കെ പോക്കോളും കേട്ടോ. പാറ്റ ശല്യമൊക്കെ നല്ല രീതിയിൽ കുറയുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുമല്ലോ. ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഫാമിലി ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ. അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകൾ ചെയ്യാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.